ചായ കുടിച്ചു വരല്ലേ? നിർത്തിക്കാട്ടോ അച്ഛാമാരെ. ഒരു പരിപ്പോട് എടുത്തോ. പരിപ്പുണ്ടല്ലേ? പരിപ്പുണ്ട്, ഉഴുന്നോറുണ്ട്. നമ്മൾ സെറ്റില്ലേ? കേസുണ്ടല്ലേ? A few moments later. മുമ്പിലുള്ള വ്യൂ നോക്ക്, വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഊട്ടി സീരീസിലെ ഫസ്റ്റ് സ്പോട്ടിലേക്കാണ്, ഡൊബെട്ട പീക്കിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മളെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ ആ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ദൂരം കാണിക്കുന്നത്. ഏകദേശം ഒരു 18 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഡൊബെട്ട പീക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിയെല്ലാം നല്ല അടിപൊളി കാഴ്ചകളാണ് ഗൈസ്, ഒരു രക്ഷയില്ല. നമ്മളെ കൈമൽ ഏത് വണ്ടിയാണോ ഉള്ളത് അത് അത്യാവശ്യം കണ്ടീഷനാക്കിയിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോരി. വെറുതെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ലോകം, ഈ ഭൂമി ഒന്ന് ആസ്വദിച്ച് കാണുക. അപ്പം നിങ്ങളെ വണ്ടി എനിക്ക് ഹിമാലയൻ, അതുപോലെ തന്നെ ഓഫ് റോഡ് വെഹിക്കിൾസ് ഇല്ല, ബുള്ളറ്റ് അങ്ങനത്തെ ഒരു വണ്ടി ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലിരിക്കരുത്. ഇപ്പോൾ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ട് പോകുന്നത് നമ്മളെ ഹോണ്ട ആക്റ്റീവ 60 ആണ്, 2021 മോഡൽ വണ്ടി. ഇതെടുത്തിട്ട് നമ്മൾ കുറേ അധികം സ്ഥലത്ത് പോയിട്ടുണ്ട്. വാൽപ്പാറ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ കൊച്ചി പോയിട്ടുണ്ട്, 5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വാൽപ്പാറ, അതുപോലെ തന്നെ ആതിരപ്പള്ളി, ആ റൂട്ട് മൊത്തം നമ്മൾ ഈ ഹോണ്ട ആക്റ്റീവയിൽ നമ്മൾ പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അൽഹംദുലില്ലാ ഇപ്പോൾ ഊട്ടിയിലേക്കാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഹോണ്ട ആക്റ്റീവയിൽ. നമ്മൾ ചെറിയ വണ്ടിയാണെങ്കിൽ അതിൻ്റെ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ആക്കാതെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്തേക്ക് നമ്മൾ ഈ വണ്ടി എത്തിക്കും. പിന്നെ സ്കൂട്ടറുകളാണെങ്കിൽ നമ്മൾ മറ്റേ വലിയ വണ്ടി പോകുന്ന മാതിരി കണ്ടിന്യൂസ്ലി, വലിയ വണ്ടികൾ പോകുന്ന മാതിരി കണ്ടിന്യൂസ്ലി ഒരു 250-300 കിലോമീറ്റർ ഒന്നും നമുക്ക് നിർത്താതെ പോകാൻ പറ്റില്ല. സ്കൂട്ടറിൽ നമ്മളൊരു 100 കിലോമീറ്റർ അല്ല 150 കിലോമീറ്റർ ഓടിയിട്ട് ജസ്റ്റ് റെസ്റ്റ് കൊടുക്കുക, അതിനുശേഷം വീണ്ടും എടുത്തു പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പൈക്കറ ഒരു ടൂറിസം പോയിന്റിലാണ് ഇപ്പോൾ പൈക്കറ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ പൈക്കര വാട്ടർഫോൾസ് കാണാൻ പറ്റും. പക്ഷേ നമ്മളിത് ഈ ഒരു ടൂറിസം സ്കിപ്പ് ചെയ്യാണ്, കാരണം ഞാൻ ആദ്യം പോയതാണ്. അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മുതലുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് പോയിട്ട് കാര്യമുള്ളൂ. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, കാണാൻ മാത്രമൊന്നുമില്ല നമുക്ക്. അപ്പം നമ്മൾ കാണാത്തൊരു ഏരിയ പറഞ്ഞാൽ ഡൊഡ്ഡപ്പേട്ട പീക്ക്, പേരും കിട്ടില്ല. അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ. അവിടെ നമ്മൾ ഇതുവരെയും കണ്ടില്ല. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് അവിടെ പോയിട്ട് തന്നെ കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ ചായ കുടിക്കുന്ന ചേട്ടനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മലയാണ്, അടിപൊളി വ്യൂ പോയിൻ്റാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ. പക്ഷേ നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ നമ്മൾ ക്യാൻസലാണ്. ഷൂട്ടിംഗ് പോയിന്റ് ക്യാൻസൽ. ഷൂട്ടിംഗ് പോയിന്റ് ഫാമിലീസൊക്കെ ആയിട്ട് വരുമ്പോൾ ജസ്റ്റ് അവർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഷൂട്ടിംഗ് പോയിന്റ്. പക്ഷെ നമ്മൾ റൈഡേഴ്സിന് നമുക്ക് ഈ ഒരു സ്പോട്ട് നമുക്ക് ഒരു താല്പര്യമില്ലാത്തൊരു ഏരിയ ആണ് ഗൈസ്. നമ്മളെ ഡൊഡ്ഡപ്പേട്ട ഇനി 7 മിനിറ്റ് ഉണ്ട് ഇവിടുന്ന്. ഇപ്പം നമ്മൾ ആ ചുരത്തിലാണ് കേട്ടോ. 3 കിലോമീറ്ററാണ് കാണിക്കുന്നത്, 7 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇനി റൈറ്റിലോട്ട് തിരിഞ്ഞു പോകണില്ല, ഡൊഡ്ഡപ്പേട്ട. സോ വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രൻസ് ആണ് മോനെ ഒരു രക്ഷയില്ല കേട്ടോ. 2 സ്ഥലത്തും പൈൻ മരങ്ങളും അതിൻ്റെ ഇലകളും കാണുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഫീൽ കേട്ടോ. ഇനി കുറച്ച് ശുദ്ധമായി നമ്മൾ ശ്വസിക്കാൻ പോകണ്ടോ. ഡൊഡ്ഡപ്പേട്ടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിക്കറ്റ് വേണം.
സോ നമ്മളങ്ങനെ എൻട്രി ഫ്രീ അല്ല കേട്ടോ, എൻട്രി ഫീ എന്ന് പറയുന്നത് 30 രൂപ. എൻട്രി ഫീ 30 രൂപ കേട്ടോ. ഡൊഡ്ഡപ്പെട്ട പീക്കിന്റെ വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താഴത്തുനിന്ന്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഡൊഡ്ഡപ്പെട്ട മാർക്കറ്റിലൂടെയാണ് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പാനിപൂരിയാ? പാനിപൂരി നടക്കാം. ഐറ്റം എന്താ അത്? ചാന സ്കാനർ നമ്മുടെ സാധനം ഇറക്കിയിട്ടുണ്ട്. ബേൽപൂരി അപ്പൊ കൊഞ്ചം മധുരം. അങ്ങോട്ടാ പക്ഷെ ഇതല്ല ശരിക്കും ഇതല്ല. നമ്മളെ ബേൽപൂരിയാണ് വേറെ ടൈപ്പല്ലേ. ഇത് നോർമൽ. ഇങ്ങോട്ട് പോയിക്കലോ. ആനനെടുക്കണോ? ആനുണ്ട്, മാനുണ്ട്, ഇതിലെ കുറെ കിച്ചൻസ് ഉണ്ട്. നീ ഇവിടുന്ന് ടിക്കറ്റോ? എൻട്രൻസ് ടിക്കറ്റ് 10 രൂപ. ഇവിടെ എത്ര? 10 രൂപ. ആളിതാ വ്യൂ പോയിന്റ്. ചോക്ലേറ്റോ? ചോക്ലേറ്റ് എങ്കിൽ ചോക്ലേറ്റ് എടുക്കാം. ചോക്ലേറ്റ് ഓഫർ എടുക്കാം. അപ്പൊ ഇത് ഓഫർ അല്ലേ? അപ്പൊ കുഴപ്പമില്ല. എല്ലാം പോട്ടെ. ഏതാ നല്ലത്? ഏതാ 130? ചെറുത് വലുതല്ലോ? എല്ലാം സെയിം തന്നെ. എക്സ് ഐറ്റംസിലെ 130 രൂപ. ചിന്നത് 50 അല്ലേ? ജെല്ലി സ്റ്റോണ് എടുക്കണ്ടോ? സ്റ്റോണ് നീലഗിരി കോഫിയോ? ஏதாவது எடுத்து செட் பண்ணுவோம்.
ടേസ്റ്റ് എടുക്കാം. ഇതിപ്പോ എത്ര ആയിട്ട്? 390 ലാഭല്ലേ? ഇത് പുറത്തുനിന്ന് നല്ല വില ഉണ്ടാവും. അവിടെ അവരുടെ ഡ്രൈവർ കമ്മീഷൻ ഗൈഡ് കമ്മീഷൻ ജിഎസ്ടി ഡ്രൈവർ ഷാപ്പ് ഇത് നമ്മുടെ സർക്കാരിന്റെ ഇംഗ്ലീഷ് കമ്മീഷൻ ഇല്ല പേയ്മെന്റ് ഉണ്ട്. ഇവിടെ നല്ല ഡിസ്കൗണ്ട് പുറമെ നല്ല ജാസ്തി പൈസ எல்லாமே கமிஷன் டிரைவர் எல்லாம் 200-250 மேல உங்க ஆள்காரங்க ஐயோ சாக்லேட் ஃபேக்டரி தொப்புன்னு வந்துறாங்க அவங்க ரேட் ஜாஸ்தி நம்மளுக்கு இங்க யாரும் 550 தானே நீங்க வாங்குனாலும் வாங்கலாம் எங்களுக்குலாம் சம்பளம் வரும் இல்ல கமிஷன் இங்க ஆபீசர் வரும் செக் பண்ணும் குவாலிட்டி அங்க செக் பண்ணாது அவட பைசா கொடுத்துட்டு സെറ്റ് மைதா அதெல்லாம் மிக்ஸ் செய்யும் மிக்ஸ் பண்ண கூடாது 550 போட்டு இதெல்லாம் மிக்சிங் பண்ணனா உள்ள போகும் இல்ல கரெக்ட்டா ப்ராப்பரா இதாகும் 550 அப்பா 550 நேமும் போணும் இது எவ்வளவு வாங்கியது நல்லா இருக்கு ഇതാ അതെ ഇത് പുറത്ത് ദുബായ് யார் கையில பார்க்கல വെറൈറ്റി ഐറ്റം വെറൈറ്റി. ഓക്കെ 550 രൂപ മുതലല്ലേ? പിന്നെ ഇത്രയും ഒരു പെട്ടി സാധനം കിട്ടി. സോ അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ സ്പോട്ടായിട്ടുള്ള ഡബ്ബെട്ട പീക്ക് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ അടുത്ത് പോകുന്നത് ബോട്ടാനിക്കൽ ഗാർഡനിലേക്കാണ്. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ അത്ര ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫുള്ള് റഷ്. ആകെയുള്ളൊരു ഇവിടുത്തെ സംഭവം കാണാനുള്ള വെച്ചാൽ നമ്മൾ നേരത്തെ ആ കണ്ടിട്ടുള്ള മാർക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ മെയിനായിട്ടുള്ളത്. പിന്നെ വ്യൂ പോയിന്റ് പേര് മാത്രമേ ഉള്ളൂ. അധികം എനിക്ക് ഒന്നും കാണാനില്ല ഇവിടെ. പിന്നെ എൻട്രി ഫീ ഇവിടെ 10 രൂപയാണ്. 6 ബൈക്കൊക്കെ വരുമ്പോൾ 30 രൂപ എക്സ്ട്രാ താഴത്തിന് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ നേരെ ബോട്ടാനിക്കൽ ഗാർഡനിൽ പോവാം. അപ്പം ഫസ്റ്റ് സ്പോട്ട് എൻ്റെ ഡബ്ബേറ്റിൽ നിന്ന് നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് ബോട്ടാനിക്കൽ ഗാർഡനിലേക്കാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാത്തിരിക്കാം.